ആദ്യ ആഴ്ചയിൽ തന്നെ മുടക്കുമുതലിന്റെ 4 ഇരട്ടി കളക്ഷനുമായി മുന്നേറുകയാണ് ആസിഫ് അലി സിനിമ രേഖാചിത്രം. ഇതോടെ 2025ന്റെ തുടക്കത്തിൽ തന്നെ ഗംഭീര വിജയഗാഥ ആരംഭിച്ചിരിക്കുകയാണ് ആസിഫ് അലി. എന്നെ കാണാണ്ടായതൊന്നുമല്ല സാറേ, ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഒളിച്ചോടിയതാ. അദ്ദേഹത്തിന്റെ ഈ വർഷത്തെ ആദ്യ റിലീസായ രേഖാചിത്രം ജനുവരി 9-ാം തീയതിയാണ് തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ എത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമ കൂടിയാണ്. ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില സർപ്രൈസുകളുമുണ്ട്. ചിത്രം റിലീസായി ആദ്യ ആഴ്ചയിൽ തന്നെ മുടക്കുമുതലിന്റെ 4 ഇരട്ടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 38 കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ. 2025ലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി രേഖപ്പെടുത്തിയ രേഖാചിത്രം ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനിഷ്യലാണ്. കാവ്യ ഫിലിം കമ്പനി, ആൻമെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത്. രേഖാചിത്രത്തിൽ നായികാവേഷത്തിലെത്തിയത് അനശ്വര രാജനാണ്. 80കളിലെ ലുക്കിലാണ് അനശ്വര ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ് കുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിശാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധി കോപ്പ, മേഘ തോമസ് തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാന മികവിൽ രേഖാചിത്രം ഏറെ നിരൂപക പ്രശംസയും നേടുന്നുണ്ട്. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത്.